നമസ്കാരം. നമ്മുടെ ഈ ജീവിതത്തിൽ കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന വളരെയധികം ആളുകളുണ്ട്. എത്ര പ്രയത്നിച്ചാലും എത്ര വരുമാനം കിട്ടിയാലും അതൊന്നും ഉതകാതെ കടബാധ്യതകൾ ജീവിതത്തെ അലട്ടുന്ന വളരെയധികം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈശ്വരാനുഗ്രഹവും ഈശ്വര സാക്ഷാത്കാരവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചയും സമാധാനവും ഒക്കെ ലഭിക്കൂ. അപ്പോൾ ഈ കടബാധ്യതകൾ തീർക്കുന്നതിന് ഏത് വിധത്തിൽ ഈശ്വരനെ ഭജിക്കണം, ആ ഭജന കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ ജീവിത വിജയത്തെ സഹായിക്കും. ഇതൊന്നും ആരെയും അടിച്ചേൽപ്പിക്കുന്ന സമ്പ്രദായങ്ങളൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ നിന്നും തോന്നി വരുന്ന കാര്യങ്ങളാണ് ഭക്തിയും ഈശ്വരമാർഗവും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇതിൽ വിശ്വാസമുള്ളവർ മാത്രം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അനുകരിക്കുക, അംഗീകരിക്കുക. അല്ലാത്തവർ സ്വീകരിക്കേണ്ടതില്ല. അപ്പോൾ കടബാധ്യതകൾ തീർത്ത് നമുക്ക് ജീവിത വിജയവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി മുരുകനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഋണമോചന സ്തോത്രം മുരുകനോട് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെയും മാറ്റി ധനധാന്യ സമൃദ്ധി കിട്ടണേ, ജീവിതത്തിൽ സമാധാനം തരണേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്ന ഒരു സ്തോത്രമാണ്. ഈ സ്തോത്രം ജപിക്കുന്നതിന് മുമ്പ് ചില ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതെ കുറഞ്ഞത് 41 ദിവസമെങ്കിലും ഈ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പൂജാമുറിയില്ലെങ്കിൽ ശുദ്ധമായൊരു സ്ഥലത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് പഞ്ചോപചാര പൂജ അർപ്പിച്ചതിന് ശേഷം വേണം ഈ സ്തോത്രം ജപിക്കാൻ. ഈ സ്തോത്രം ജപിക്കുന്നതിന് വേണ്ടി ഒരു 108 മുരിക്കിൻ പൂവ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചുവന്ന തെറ്റിപ്പൂവായാലും മതി. ഈ പുഷ്പങ്ങളോടൊപ്പം തന്നെ രക്തചന്ദനം അരച്ചതും വേണം. അപ്പൊ ഈ സ്തോത്രം ചൊല്ലി 108 പുഷ്പങ്ങൾ ഓരോന്നായി എടുത്ത് രക്തചന്ദനത്തിൽ മുക്കി 108 പ്രാവശ്യം സ്തോത്രം ചൊല്ലി അർച്ചന നടത്തി കർപ്പൂര ഒഴിയണം. അപ്പോ ഇതെങ്ങനെയാണ് എന്നുള്ള വിധം ചൊല്ലേണ്ട സ്തോത്രം എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. മംഗളോ ഭൂമിപുത്രശ്ച രണഹർത്താ ധനപ്രദ സ്ഥിരാസനോ മഹാകായ സർവകർമാവരോധക. ഈ സ്തോത്രം ഭക്തിപൂർവം ജപിക്കുക. ഈ സ്തോത്രം സർവധാന്യ ധനപ്രദമാണ്. നമ്മുടെ ജീവിതത്തിന് വളരെ ഐശ്വര്യവും സമാധാനവും കുടുംബ സൗഖ്യവും തരുന്ന ഈ സ്തോത്രം സ്ഥിരമായി ജപിക്കുകയും ലക്ഷ്യപ്രാപ്തിയിൽ ജീവിതം എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നമസ്കാരം.